നമസ്കാരം. ശംഖുലിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചോറ്റാനിക്കര ദേവീ ക്ഷേത്രത്തിൽ സുവർണ ഭാഗവത സപ്താഹയജ്ഞം നടക്കുകയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഈ ഒരു അവസരത്തിൽ ഭാഗവത ആചാര്യനായ ബ്രഹ്മശ്രീ പെരുമ്പള്ളി കേശവൻ നമ്പൂതിരി ശംഖുലിക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ കാണാം. സാക്ഷാൽ മൂകാംബിക ദേവി തന്നെ കേരളത്തിൽ വന്ന് കേരളീയരായവരെ പ്രത്യേകം അനുഗ്രഹിക്കാൻ വേണ്ടി കുടികൊള്ളുന്ന ഒരു പുണ്യ ക്ഷേത്രമാണ് ഈ ചോറ്റാനിക്കര മഹാക്ഷേത്രം. ദേവീക്ഷേത്രങ്ങൾ അനവധിയുണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി വലിയൊരു ഭക്ത ജനപ്രവാഹം, പ്രത്യേകിച്ചും ഈ കർക്കടക മാസം ദേവി ഉപാസനയ്ക്കായിട്ട് വരുന്നവരുടെ ഒരു പ്രവാഹം ഇവിടെ കാണാൻ സാധിക്കും. നാലമ്പല ദർശനങ്ങളൊക്കെ ആയിട്ടുള്ള യാത്രകളിലും ശബരിമലയിലേക്ക് അയ്യപ്പനെ തൊഴാൻ വേണ്ടി പോകുന്നവരായവരുടെ യാത്രകളിലും ദേവിയെ കൂടി തൊഴുതു പോവുക എന്നതായൊരു സമ്പ്രദായം ഇവിടെ നിലനിന്ന് വരുന്നു. ഈ ദേവീ സന്നിധിയുടെ ചൈതന്യം, ആ ചൈതന്യമാണ് അത്തരത്തിലൊരു ഭക്തജന പ്രവാഹം ഇവിടേക്ക് പ്രവഹിക്കാൻ കാരണം. ആ ചൈതന്യത്തെ കാലടിയിൽ വന്ന് അവതരിച്ച ആചാര്യസ്വാമികൾ തന്നെ നേരിട്ട് കണ്ടു എന്നും സാക്ഷാൽ മൂകാംബികാ ദേവിയായി തന്നെ ഇവിടെ ഭക്തജനങ്ങളെ അനുഗ്രഹിച്ചു കൊള്ളാമെന്നുള്ളതായ വാക്കും അതനുസരിച്ചുള്ളതായ അനുഭവങ്ങൾ ഇവിടെ വരുമ്പോൾ സിദ്ധിക്കുന്നു. എത്രയോ ഗുരുപരമ്പരകൾ ദേവിയെ ഉപാസിച്ചവരായിട്ടുണ്ട്. വേദമന്ത്രങ്ങളാലും ഭാഗവത പാരായണാദികളാലും ദേവിയെ ഉപാസിച്ചു വരുന്നു. ഞങ്ങളുടെയെല്ലാം ഭാഗവത ഗുരുനാഥൻ കൂടിയായ ഗുരുവായൂരപ്പദാസ സ്വാമികൾ അരനൂറ്റാണ്ടുകൾക്ക് മുൻപ് 1975 കർക്കടകം 1 മുതൽ 7 കൂടി 7 ദിവസങ്ങളായി ഭാഗവത സപ്താഹയജ്ഞത്തോടുകൂടി ദേവിയെ ഉപാസിക്കുക എന്ന രീതിയിൽ, ആ ഉപാസനയിൽ ആരെല്ലാം ഭാഗവതം വായിക്കുന്നവരായ സുഹൃത്തുക്കളുണ്ടോ ആ വരുന്നവരെല്ലാവരെയും അതിൽ പങ്കുകൊള്ളിപ്പിക്കുക എന്ന രീതിയിൽ തുടങ്ങിവെച്ചത് 50-ാം കൊല്ലം സുവർണ ഭാഗവത സത്രമായിട്ട് ഇപ്പോൾ നടന്നു വരുന്നു. ഈ യജ്ഞത്തിൻ്റെ 12-ാം കൊല്ലമാണ്. ഈ യജ്ഞം ആരംഭിച്ചൊരു വ്യാഴവട്ടം കഴിയുമ്പോഴാണ് സ്വാമിജിയുടെ അടുത്ത് എനിക്കും എത്തിച്ചേരാനും എൻ്റെ വഴി ഇതാണ് എന്ന് തീരുമാനിക്കാനും സാധിച്ചത്. സ്വാമിജിയുടെ കൂടെ 1986 മുതൽ ഭാഗവത പഠനമായിട്ടും ഭാഗവത വേദികളിൽ പൂജാദികൾ എന്ന ഉത്തരവാദിത്വമായിട്ടും പിന്നെ സ്വാമിജിയുടെ അനുഗ്രഹത്താൽ പാരായണാദികളായി പ്രഭാഷണാദികളായി എത്രയോ ഭാഗവത ആചാര്യന്മാരായ ഗുരുവായൂരപ്പദാസ സ്വാമികളുടെ സുഹൃത്തുക്കളായ മാവലശ്ശേരി, പേരാറ്റുപുറം, മരുതൂർക്കര, തോട്ടം എന്നിങ്ങനെ അനേക ഭാഗവത ഗുരുനാഥന്മാരായവരുടെ കൂടെയുള്ള യാത്ര, അവരുടെ എല്ലാം വാത്സല്യം, അതാണ് ഈ സുവർണ ഭാഗവത സത്രത്തിൽ വരുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നതായ ഓർമ്മകൾ. ആ വാത്സല്യത്തിന് തുല്യമായി മറ്റൊരു കോഴ്സ് വേറെയില്ല. ആ വാത്സല്യമാണ് ഇന്നും എൻ്റെ ഈ വാക്കുകളായിട്ട് പറയാനുള്ള ശക്തി എനിക്ക് കിട്ടണത്. ഈ സുവർണ ഭാഗവത സത്രത്തിലേക്ക് എല്ലാവരെയും വരുക എന്നതും ഇരുന്ന് കേൾക്കുക എന്നതും കേട്ട് പഠിക്കുക എന്നതും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം സംഭവിക്കും. എൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റത്തിൻ്റെ അനുഭവങ്ങളാണ് ഞാൻ പറയണത്. ഭാഗവത സപ്താഹ യജ്ഞവേദിയിൽ വന്ന് കേൾക്കുമ്പോൾ ആ ശ്രവണം ഒന്നുകൊണ്ട് മാത്രം നമ്മുടെ മനസ്സിനൊരു ശുദ്ധി വരുന്നു. മനസ്സിലുള്ള അഴുക്കുകളെല്ലാം അകന്നകന്നു പോകുന്നു. മഹാത്മ്യത്തിൽ തന്നെ 6-ാം അധ്യായത്തിൽ എങ്ങനെ ശ്രീമദ് ഭാഗവത സപ്താഹം നടത്തണം എന്ന് വിവരിക്കുമ്പോൾ ആ അധ്യായത്തിൻ്റെ പേര് ശ്രവണവിധിർനാമ ഷഷ്ഠോധ്യായ. മഹാത്മ്യത്തിലെ 6-ാമത്തെ അധ്യായത്തിൻ്റെ പേര് ശ്രവണവിധി എന്നാണ്. എങ്ങനെ ഭാഗവതം കേൾക്കണം
കേൾക്കുക എന്നതാണ് പ്രാധാന്യം. ശ്രദ്ധിച്ച് കേൾക്കുക എന്നതാണ് പ്രാധാന്യം. ശ്രദ്ധയോടുകൂടി ഭാഗവതം കേൾക്കുമ്പോൾ ഭാഗവത കഥകൾ ഉള്ളിൽ നാം അറിയാതെ കൊണ്ട് റെക്കോർഡ് ചെയ്യപ്പെടുന്നു. പിന്നീട് അതിനെക്കുറിച്ച് നമുക്ക് ഓർക്കാനായിട്ട് സാധിക്കണു. ജീവിതത്തിൻ്റെ പല പല പ്രശ്നങ്ങളുമായി നമ്മൾ ഇനി എന്തു വേണമെന്ന് ചിന്തിക്കുമ്പോഴേക്കും ഭാഗവത ആശയങ്ങൾ നമുക്ക് വേണ്ടതായ ഉത്തരം നൽകുന്നു. ആ ഒരു ഉണർവ്, ഉത്തിഷ്ഠത, ജാഗ്രത, പ്രാപ്യ വരാൻ നിബോധത എന്നെല്ലാമുള്ള ആ ആരുഷ സന്ദേശങ്ങൾ ഭാഗവതത്തിൽ കൂടി നമുക്ക് അനുഭവമായി തീരും. അതുകൊണ്ട് തന്നെ കുട്ടിക്കാലം മുതലേ മറ്റ് പഠിപ്പുകളുടെ ഒപ്പം തന്നെ ഭാഗവതവും പഠിച്ചുകൊണ്ട് ന്യൂ ജനറേഷൻ വളർന്നു വരണം എന്നതാണ് ഭാഗവത യാത്രയിൽ നിന്ന് എനിക്ക് ഈ ഒരു ആരാധകരോട്, ആസ്വാദകരോട്, ഭാഗവത പ്രേമികളോട് പറയാനുള്ളതായ കാര്യം. കുട്ടികളെ മുൻപോട്ട് കൊണ്ടുവരിക. അവരുടെ ഒപ്പം ഇരുന്നു കൊണ്ട് രക്ഷിതാക്കളായവരും കൂടി ഭാഗവതം പഠിക്കുക. രാമായണ മാസം കൂടിയായി കർക്കടക മാസം ആചരിച്ചു വരുന്നു. ഈ ആചാരത്തിനിടയിൽ നടക്കുന്ന ഈ സുവർണ ഭാഗവത സത്രത്തിലേക്ക് വന്ന് ഭാഗവത രസത്തെ ആസ്വദിക്കുക. മറ്റ് പല പല രസങ്ങളേക്കാൾ പരമരസമാണ്, പരമാനന്ദകരമായ രസമാണ് ഭാഗവതം. അത് കേട്ടാൽ മതിവരാത്തതാണ്. ഭഗവത് കീർത്തനങ്ങൾ പാടിയാൽ മതിവരാത്തതാണ്. മനസ്സിൽ മറ്റേതൊരു രൂപത്തേക്കാൾ സൗന്ദര്യോത്തരതരമായ സ്വരൂപം ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെയും ഭഗവാനെ പ്രേമിച്ച് ആ ബ്രഹ്മാനന്ദ ലയത്തിലങ്ങനെ ചേർന്നിരിക്കുന്ന രാധാ റാണിയായ മറ്റനേക ആരാധികമാരായ ആ വൃന്ദാവന ലീലകളാണ്. യമുനാ തീരത്തെ ഭഗവാന്റെ ആ ഒരു ബാലലീലകളായിട്ടും മധുരാപുരിയിൽ എത്തിച്ചേർന്നുകൊണ്ടുള്ള യൗവനത്തിലെ അധർമ്മത്തിനെതിരായിട്ടുള്ള പോരാട്ടങ്ങളായിട്ടും പിന്നീട് ദ്വാരകയിൽ താമസിച്ചുകൊണ്ട് ഗൃഹസ്ഥാശ്രമ ജീവിതം നയിക്കുന്ന ഭഗവാന്റെ ലോകത്തിന് മാതൃകയായ കുടുംബജീവിതമായിട്ടുമുള്ളതായ കുട്ടികൾ, പേരക്കുട്ടികൾ എന്നിങ്ങനെയുള്ള ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അത്ഭുത ചരിത്രമാകുന്ന ശ്രീമദ് ഭാഗവതത്തെ എല്ലാവരും പഠിക്കാൻ വേണ്ടി വരൂ. എത്രയോ ഭാഗവത സപ്താഹയജ്ഞങ്ങൾ അനേക ക്ഷേത്രങ്ങളിൽ തുടർച്ചയായിട്ട് നടന്നു വരുന്നു. അതെല്ലാം ഇനിയും തുടരട്ടെ. എല്ലാവർക്കും ഭാഗവത വേദികളിലേക്ക് വരാനുള്ളതായ ആ അനുഗ്രഹം ചൊറ്റാനിക്കരമ്മ തരട്ടെ. ഗുരുനാഥന്മാരെല്ലാവരും നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ അനുഗ്രഹം ഇനിയും ഉത്തരോത്തരം വർദ്ധിക്കട്ടെ. പ്രത്യേകിച്ചും കുട്ടികളിലേക്ക്, ന്യൂ ജനറേഷനിലേക്ക് ഈ ഒരു ഭാഗവത സംസ്കാരം എത്തിച്ചേരട്ടെ എന്നുകൂടി ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഭാഗവത ആചാര്യനുമായി സംസാരിക്കുവാനും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശ്രവിക്കുവാനും അത് ഭക്തരിലേക്ക് എത്തിക്കുവാനും സാധിച്ചതിൽ ശങ്കുലി വളരെ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നവരായി വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ചോറ്റാനിക്കര അമ്മയുടെ മണ്ണിൽ നിന്നുമുള്ള ആദ്യത്തെ യൂട്യൂബ് ചാനലാണിത്. ചോറ്റാനിക്കര ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾക്കായിട്ട് ദയവായി ശങ്കുലി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.